മുത്തപ്പൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ജാതിമത ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും മുത്തപ്പനെ കാണാൻ വേണ്ടി വരാം. അതുപോലെ തന്നെ നമ്മുടെ മലബാറിൻ്റെ സംസ്കാരവും ടൂറിസവും വിശ്വാസവും ഒക്കെ ഇഴുകിച്ചേർന്ന ഒരു സ്ഥലം കൂടിയാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. പറശ്ശിനിക്കടവിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വിനോദവും സംസ്കാരവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ഇടമാണ് പറശ്ശിനിക്കടവ്. മുത്തപ്പന്റെ മണ്ണിലേക്ക് എത്തുന്ന ഓരോ സഞ്ചാരിക്കും ആത്മീയതയോടൊപ്പം അതിമനോഹരമായ ഒരു ടൂറിസം അനുഭവം കൂടിയാണ് ഈ നാട് സമ്മാനിക്കുന്നത്. തളിപ്പറമ്പിലെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിനായി വൈവിധ്യമാർന്ന പദ്ധതികളാണ് ടൂറിസം വകുപ്പിന് കീഴിൽ ഒരുക്കിയിരിക്കുന്നത്. വളവട്ടണം പുഴയുടെ ശാന്തതയും സൗന്ദര്യവും നുകരാൻ സാധിക്കുന്ന ഒരിടം കൂടിയാണ് പറശ്ശിനിക്കടവ്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള എയർ കണ്ടീഷൻഡ് ബോട്ടുകളും കുടുംബസമേതമുള്ള ഉല്ലാസയാത്രയ്ക്ക് പുരവഞ്ചികളും ഇവിടെ സജ്ജമാണ്. പറശ്ശിനിക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്ന് തുടങ്ങുന്ന യാത്രയിൽ നണിശ്ശേരി കടവ്, കമ്പിൽ കടവ്, തേർലായി ദ്വീപ്, മാട്ടൂൽ തുടങ്ങിയ മനോഹരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മിതമായ നിരക്കിലാണ് ഈ യാത്രകൾ ഒരുക്കിയിരിക്കുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് കുറച്ച് ഇപ്പുറത്തായിട്ട് മനോഹരമായ അനുഭവം തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് കരയിൽ നിന്നൊരു 10 മീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട്, അതായത് ഈ ചുറ്റും ലൈറ്റ്സും ഈ വെള്ളമൊക്കെ ആയിട്ട് വളരെ ഭംഗിയായി ഒരു പ്രത്യേക വൈബിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഫീൽ തന്നെയായിരിക്കും. പറശ്ശിനിക്കടവ് ടൂറിസത്തിന് പുതിയൊരു മുഖമാണ് ഈ റെസ്റ്റോറൻറ്റ് നൽകുന്നത്. ഇതിനു പുറമെ മുല്ലക്കൊടിയിലും ഇത്തരമൊരു ഫ്ലോട്ടിംഗ് വിസ്മയം സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. ആഹ്ലാദത്താൽ മനം നിറഞ്ഞ്, സന്തോഷത്താൽ കണ്ണിറഞ്ഞ് പറശ്ശിനിക്കടവിന്റെ ഈ പുത്തൻ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.